അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് പൂരിക്ക് വേണ്ടിയിട്ട് മാവ് ചാമ്പാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റുമാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ പറഞ്ഞാൽ നല്ല പൊള്ളച്ച് നിൽക്കും. പൂരിയൊക്കെ നല്ല പൊന്തി വരും നന്നായിട്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കി. ഞാനിപ്പോൾ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. പൊന്നിയരിൻ്റെ ചോറാണ്. എന്ത് വേണമെങ്കിൽ എടുക്കാം, നമുക്ക് എന്തരിൻ്റെ വേണമെങ്കിലും എടുക്കാം. അതേ അളവിൽ തന്നെ നമുക്ക് 1 കപ്പ് മാവ് എടുക്കണം. അതേ അളവിൽ തന്നെ ഇതിപ്പോൾ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൊട്ടാം, മിക്സിയിലേക്ക് കൊട്ടാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കുക, 1 സ്പൂണാണ്. ഒന്ന് അതിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്പൂണും കൊണ്ടൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക, ചോറും ഇതൊക്കെ. ഈ ചോറിന് ഇനി വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഈ ചോറിൻ്റെ നനവ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് അടിക്കാൻ പറ്റില്ല. കുറച്ച് അടിച്ചാലും മതി. അടിഞ്ഞു വന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് നോക്കുക. എന്നിട്ട് അടിഞ്ഞു വന്നിട്ടില്ലെങ്കിൽ കുറച്ച് പകുതി കൊട്ടിയിട്ട് അടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അളവിന് ശരിക്കും കറക്റ്റായി കിട്ടും. ഇനി നമുക്കിത് പൾസിങ് മോഡിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് അടിച്ചിടും. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു ബൗളിലൊക്കെ എടുത്ത് വെക്കാം. നന്നായി ചാമ്പി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലൊക്കെ എടുത്തിടാം. നന്നായി വന്നിട്ടുണ്ട്. അത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ആ ചോറിൻ്റെ അതേ നനവിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കിത് ഇനി സാധാരണ പൂരിക്ക് ചാമ്പി ചുട്ടെടുക്കണ പോലെ പരത്തി ചുട്ടെടുക്കാൻ. ഉരുളകളാക്കിയിട്ട് പരത്തി തുടങ്ങാം നമുക്ക്. ഇത് പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. നമുക്കിത് പൊരിച്ചെടുക്കാം. പിന്നെ വലിയ കുടുംബങ്ങളുള്ള ആൾക്കാർക്കൊന്നും ഇത് കുറച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ മിക്സിയിലൊക്കെ ഇട്ടിട്ട് ചാമ്പുന്നത്. അല്ലെങ്കിൽ മിക്സിയിലൊക്കെ കേട് വരും കേട്ടോ. ഫുള്ള് വലിയ ആൾക്കാർക്കൊക്കെ കൂടുതൽ കുടുംബങ്ങളുള്ളവരൊന്നും ഇങ്ങനെ ചെയ്യേണ്ട. മിക്സി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൾസ് ചെയ്ത് ചെയ്യണതല്ലേ. അപ്പം അത്ര കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല മിക്സിയിലേക്ക്. ഇത് കുറച്ചായതുകൊണ്ട് ഞാൻ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്ര ചെയ്യാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അവന് മിക്സിയിൽ ആ ചോറ് മാത്രം ഒന്ന് അടിച്ചെടുത്തിട്ട് മാവിലേക്ക് കുഴച്ചിട്ട് ചേർത്താൽ മതി. നന്നായി പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം പൊരിച്ചെടുക്കാം നമുക്ക്. പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ലൊരു ഇതാണ് ചോറും കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതായിട്ട് എടുക്കണത്. നല്ല ഒരു ഇതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് പറയുക ഒക്കെ ചെയ്യുക. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ എല്ലാം ചുട്ടെടുത്തിട്ട് കാണിച്ചു തരാം. പിന്നെ പറഞ്ഞാൽ ഇത് പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒക്കെ സപ്പോർട്ട് ചെയ്യുക. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്.